നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ഫസ്റ്റ് ടൈമിലേക്ക് കഴിഞ്ഞ വർഷം, അതായത് 2023-24 നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യപേപ്പറിലേക്ക് പോകാം. सूचना: बीरबहुटी कहानी का एक अंश पढ़े और 1 से 4 तक के प्रश्नों के उत्तर लिखे. ബീർബഹൂട്ടി എന്ന കഥയുടെ അംശം വായിച്ച് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെ മോശമായി മാറി. മാട്സാബ് ചാഹേ, മാട്സാപ്പിന് വേണമെങ്കിൽ മുച്ചെ പീട്ടിലേത്തെ, എന്നെ അടിക്കാമായിരുന്നു. മഗർ സാഹിൽ കെ സാമിനെ നഹീം, എന്നാൽ സാഹിലിന്റെ മുൻപിൽ വെച്ച് ആയിരിക്കരുത്. മഗർ സാഹിൽ കെ സാമിനെ, അവൾ സാഹിലിന്റെ മുമ്പിൽ കുതുക്കോ ഷർമിത മഹസൂസ് കർ രഹി ഥി, അവൾ സ്വയം നാണം കെട്ടുപോയി. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വഹ് ജാൻതി ഥി, അവൾ മനസ്സിലാക്കിയിരുന്നു. കി വോ സാഹിൽ കി നസർമേം, എന്താണ് അവൾ മനസ്സിലാക്കിയിരുന്നത്? അവൾ സാഹിലിന്റെ ദൃഷ്ടിയിൽ ബഹുത് അച്ചി ഹെ, വളരെ നല്ല കുട്ടിയാണെന്ന്. ജബ് വോ ഉസ്കെ പാസ് ആക്കർ, അവൾ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ, ബൈട്ടി, അവൾ അവന്റെ അടുക്കൽ ചെന്ന് ഇരുന്നപ്പോൾ, ഉസ്സെ നസർ നഹി മില പായ, അവനെ ഒന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ പാസേജ്. ഇനി അതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനുമുമ്പ് എല്ലാ മക്കളോടും ഒരു കാര്യം, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണം. മാത്രമല്ല, അവരവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ശരി, ഒരു അഭിപ്രായമെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തുടർന്ന് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: സാഹിൽ കി നസർമേം ബേല കൈസി ഹെ, സാഹിലിന്റെ ദൃഷ്ടിയിൽ ബേല എങ്ങനെയായിരുന്നു? ആൻസർ ബഹുത് അച്ചി ഹെ, വളരെ നല്ലതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം: സഹി വികൽപ്പ് ചുൻകറിലേക്ക്, ഇത് ചേർത്തെഴുതാനാണ്. അപ്പോൾ വിഭക്തി പ്രത്യയവും സർവനാമവും ചേർത്തെഴുതിയതിൽ രണ്ടാമത് കിടക്കുന്നതാണ് ശരി. മെയിം പ്ലസ് കോ, മുച്ചെ അല്ലെങ്കിൽ മുച്ചുക്കോ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ ക്യോ, എന്തുകൊണ്ടാണ് അവളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ച് പോയത്? അതിന്റെ ആൻസർ സാഹിൽ കെ സാമിനെ, സാഹിലിന്റെ മുന്നിൽ, ഗണിത് കെ മാട്സാപ്പിനെ, ഗണിത അധ്യാപകൻ, ഗൽത്തി സെ, തെറ്റായി, ബേല കെ ബാലോമേ പഞ്ചാഫസായ, ബേലയുടെ മുടിയിൽ പിടിച്ച് അമർത്തി. ഉസേ, അവളെ, അച്ചി മാന്യേ വാലെ, അവളെ നല്ലതായി കാണുന്ന, സാഹിൽ കെ സാമിനെ, സാഹിലിന്റെ മുന്നിൽ, യഹ് വ്യവഹാർ, ഈ പെരുമാറ്റം, ഹോനേസെ, ചെയ്തതുകൊണ്ട്, ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സ് വളരെ വേദനിച്ചു. ഇനി നാലാമത്തെ ചോദ്യം: ക്ലാസ് മേ ഹുയെ ബുരേ അനുഭവ് കെ ബാരെ മേ ബേല അപ്നി സഹേലി കെ നാം, ബേല അവളുടെ കൂട്ടുകാരിക്ക് പത്ര ലിഖ്തി ഹെ, ഒരു കത്തെഴുതുകയാണ്. ബേല കാ പത്ര ലിഖേം, ബേലയുടെ കത്ത് എഴുതുക. അതിന് തന്നെ ഒരു ചോയ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കത്തെഴുതുമ്പോൾ നമുക്കറിയാം, സ്ഥലം, തീയതി, പിന്നീട് ഒരു അഭിസംബോധന, പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ. അതിനെ നമ്മൾ 2-3 തിരിക്കുന്നു. ആദ്യം ഒരു ക്ഷേമമൊക്കെ അന്വേഷിച്ചുകൊണ്ടൊരു ഇൻട്രഡക്ഷൻ, പിന്നീട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന മാറ്റർ, മൂന്നാമതൊരു കൺക്ലൂഷൻ, പിന്നീട് നമ്മൾ ഒരു കോംപ്ലിമെന്ററി ക്ലോസ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കോംപ്ലിമെന്ററി ക്ലോസ്, പിന്നീട് ഒപ്പ്, പേര്, അതിനുശേഷം സേവാമേ. ഇതാണ് നമ്മളൊരു പേഴ്സണൽ കത്തെഴുതുമ്പോൾ അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ തീയതിയും ആ സ്ഥലവും തീയതിയും കഴിഞ്ഞ് പ്രിയ സഹേലി, അഭിസംബോധന. തും കൈസി ഹോ, നീ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ ഹോന, സുഖമല്ലേ? മൈ യഹാൻ ടീക്കും, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. തുമാരി കൊയ് ഖബർ നഹീം, നിന്നെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കുച്ച് ദിനോം സേ, കുറേ ദിവസം കൊണ്ട്,
ഏക് ഖാസ് ബാത്ത് ബതാനെ കെ ലിയെ ഒരു വിശേഷപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയാണ് യഹ് പത്ര ഈ കത്ത് ഭേജ്തി ഹും അയക്കുന്നത്. ആജ് ഇന്ന് സ്കൂൾ മേ ഏക്ക് ഘട്ന ഹുയി സ്കൂളിൽ ഒരു സംഭവം നടന്നു. തീസരി പീരീഡ് മൂന്നാമത്തെ പീരീഡ് ഗണിത് കഥ ഗണിത് ആയിരുന്നു, മാത്സ് ആയിരുന്നു. ഗണിത് കെ മാത്സ് സാബ് കാ നാം ഗണിത അധ്യാപകന്റെ പേര് സുൻതേ ഹി കേൾക്കുമ്പോൾ തന്നെ ഹം കാമ്പ് ജാത്തേ ഥേ ഞങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. ആജ് ഇന്ന് വേ മേരി കോപ്പി ജാഞ്ച് രഹേ ഥേ ഇന്ന് എൻ്റെ കോപ്പി ബുക്ക് പരിശോധിക്കുകയായിരുന്നു. തബി അപ്പോൾ ഉനോമിനെ മേരെ ബാലോമേ പഞ്ചാബസായ അദ്ദേഹം എൻ്റെ മുടിയിൽ കയറി പിടിച്ചു. ലേക്കിൻ എന്നാൽ കോപ്പി മേ കൊയി ഗൽത്തി നഹീന്തി എന്നാൽ ആ കോപ്പി ബുക്കിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഉനോനെ മുച്ചെ ചോദ്യ അത് മനസ്സിലാക്കി അദ്ദേഹം എന്നെ വിട്ടു. മയും ഞാൻ ഡർ സേ കാമ്പ് രഹീതി പേടിച്ച് വിറച്ചുപോയി. ഉനോനെ അദ്ദേഹം ആ കോപ്പി ബുക്ക് മേരി സീറ്റ് പർ ഞാനിരിക്കുന്ന സീറ്റിലേക്ക് ഭേങ്ക് ദി എറിഞ്ഞിട്ടു. ഫർ പിന്നീട് അപ്നി ജഗ് പർ എൻ്റെ സ്ഥലത്ത് ബൈറ്റ്നേക്ക് ആദേശ് ദിയ പോയിരിക്കാൻ നിർദ്ദേശവും തന്നു. തും ജാൻതി ഹോ നിനക്കറിയാമോ വേ അദ്ദേഹം കിത്തനേ ക്രൂര് ഹേ എത്രമാത്രം ക്രൂരനാണെന്ന്. ഉനക്ക് ക്ലാസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഹമേം ഞങ്ങൾക്ക് ബഹുത്ത് ഭയാനക ലിഖ്ത ഹെ വളരെ ഭയം ഉളവാക്കുന്നതാണ്. വഹാം അവിടെ തുമേം സുരേന്ദർജി ജൈസ അവിടെ നിങ്ങളുടെ സ്കൂളിൽ സുരേന്ദർജിയെ പോലെയുള്ള കൊയ് അധ്യാപക ഹേക്ക ഏതെങ്കിലും അധ്യാപകരുണ്ടോ? ഇനി അടുത്ത കൺക്ലൂഷനാണ്. വഹാം അവിടെ തുമാരി പടായി നിന്റെ പഠിത്തമൊക്കെ കൈസേ ചൽ രഹി ഹെ എങ്ങനെ നടക്കുന്നു? തുമാരെ മാം ബാപ്പ് സേ മേരാ പ്രണാം നിന്റെ മാതാപിതാക്കളെ എൻ്റെ അന്വേഷണം പ്രണാം കഹിന അറിയിക്കണം. ജവാബ് പത്രിക്ക് മറുപടി കത്തിൻ്റെ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. തുമാരി പ്രിയ നിന്റെ പ്രിയപ്പെട്ട ഒപ്പ് ഹസ്താക്ഷർ നാം പേര്. ഇനി സേവാമയും ടു അഡ്രസ്സാണ്. നാം പദ. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ആളെക്കുറിച്ച് ഇന്നടത്തുള്ള ആളിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ പറയുന്നതനുസരിച്ചുള്ള പേരും ഒക്കെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതിയാൽ മതിയാകും. ഇതിനൊരു ചോയ്സ് തന്നിട്ടുള്ളത് ഈ സംഭവം നടന്നതിന് ശേഷം സാഹിൽ വീട്ടിൽ ചെന്നപ്പോൾ സാഹിലും സാഹിലിന്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സാഹിലോർ മാം കെ ബീച്ച് ഹുയെ വാർത്താലാവ് സാഹിലും അമ്മയും തമ്മിലുള്ള സംഭാഷണം. ഘർ പहुंचने पर മാഡ് സാബ് കെ വ്യവഹാർ കെ ബാരേമേ വീട്ടിലെത്തിയതിന് ശേഷമാണ് അതും ആരുടെ ക്ലാസ്സിലെ മാഡ് സാബിന്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് സംഭാഷണം. അമ്മ ചോദിക്കുന്നു, മാം ക്യാ ഹുവാ ബേട്ട എന്ത് പറ്റി മോനെ? ബഹുത്ത് പരേശാൻ ദിക്തേ ഹോ നിനക്കെന്തോ ഒരു വിഷമം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. സാഹിൽ ക്യാ കഹൂ മാം എന്ത് പറയാനാണമ്മേ? ആജ് സ്കൂൾ മേ ഏക്ക് ഘട്ന ഹുയി ഇന്ന് സ്കൂളിലൊരു സംഭവം നടന്നു. മാം കിസി കെ സാത്ത് ചകട ഹുവാ ഹോഗ നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? സാഹിൽ നഹീം ഇല്ല. ഗണിത് കെ മാട്സാപ്നെ ഗണിത അധ്യാപകൻ ബേല കെ ബാലോമേയും ബേലായുടെ മുടിയിൽ പഞ്ചാബസായ പിടിച്ചു മുറുക്കി. മാം സുരേന്ദർജി സുരേന്ദർജിയോ ഉസ്നെ ജരൂർ കൊയ് ഗൽത്തി കി ഹോഗി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടാകും. സാഹിൽ നഹി മാം ഇല്ലമ്മേ. ഉസ്നെ കോപ്പിമേയും ജോ ലിഖാത അവൾ കോപ്പി ബുക്കിൽ എഴുതിയത് ഓ ടീക്ക് ഹീത അത് ശരി തന്നെയായിരുന്നു. മാം ചോടുതോ മാസ്റ്റർ ജിയനാ കള മാസ്റ്റർ ജി അല്ലേ മാഷല്ലേ അത് വിട്ട് കളഞ്ഞേക്കൂ. സാഹിൽ പർ മാം എന്നാൽ അമ്മേ ഇക്കാരണത്താൽ മുച്ചുസേ നസർ നഹി മിലാപ്പായി അവൾ എന്നെ നോക്കിയത് പോലുമില്ല. മാം ബേച്ചാരി ബഹുത്ത് ഡർഗയി ഹോയി പാവം അവള് ഒരുപക്ഷെ ഭയന്നിട്ടുണ്ടാകും. തുമ്നെ ഉസ്കി സാന്ത്വന നഹീങ്കി നീ അവളെ സാന്ത്വനപ്പെടുത്തിയില്ലേ, സമാധാനിപ്പിച്ചില്ലേ? ജരൂർ മാം തീർച്ചയായും അമ്മേ ഞാൻ സമാധാനിപ്പിച്ചു. മാം ബഹുത്ത് അച്ഛാ കിയാ തുമിനെ നീ ചെയ്തത് വളരെ നല്ലതാണ് മോനെ. ഉസേ കുച്ച്
രാഹത്ത് മിലി ഹോഗി, അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അടുത്ത സൂചന എന്താണെന്ന് നോക്കാം. ടൂട്ടാ പഹിയ കവിതയ്ക്ക് പങ്ക്തിയാൻ പടയും. ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ഈ വരികൾ വായിച്ച് 5 से 8 तक के प्रश्नों के उत्तर लिखें. 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആ കവിതാഭാഗം എന്താണെന്ന് നോക്കൂ. അപ്നെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി, തന്റെ ഭാഗത്ത് അസത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥികൾ അകേലി, തനിച്ച് നിഹത്തിയാവാസുക്കോ, ആയുധമൊന്നുമില്ലാത്ത ആ ശബ്ദത്തെ അപ്നെ ബ്രഹ്മാസ്ത്രോം സേ, തന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് കുചൽ ദേനാ ചാഹേം, നേരിടാൻ ആഗ്രഹിച്ചപ്പോൾ തബ്, അപ്പോൾ മയും ഞാൻ, രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്ന ഞാൻ, ഉസ്കേ ഹാത്തോമേം, അയാളുടെ കയ്യിൽ ബ്രഹ്മാസ്ത്രോം സേ ലോഹാലേ സക്താഹും, ബ്രഹ്മാസ്ത്രത്തെ എതിരിടാനായി ഞാൻ അവിടെ എത്തി. ഇനി നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ലോഹാലേന കാ മത്ലബ് ക്യാ ഹേ, ലോഹാലേന എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? സാമിന കർണ, നേരിടുക. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, അഖേലി ആവാസ് മേ വിശേഷൺ ശബ്ദ ക്യാ ഹേ, വിശേഷണം ഏതാണ്? എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ ആവാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു അഖേലി കൊണ്ട്. അഖേലിയാണ് വിശേഷണം. टूटा पहिया कविता के प्रतीकों के आधार पर സഹി മിലാൻ കരേ, ചേരുംപടി ചേർത്തെഴുതാനാണ്. 2 സൈഡും നോക്കി അതിന് ഉചിതമായിട്ടുള്ള തരത്തിൽ നമ്മൾ നേരിട്ട് എഴുതണം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ എഴുതരുത്. ടൂട്ടാ പഹിയ ആരുടെ പ്രതീകമാണ്? ഉപേക്ഷിത മാനവന്റെ. അഭിമന്യു അധർമ്മക വിരോധി, ചക്രവ്യൂഹം സമസ്യ, പ്രശ്നങ്ങളുടെ. മഹാരഥി ശാസക വർഗ. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക്ക ആശയിലേക്ക്, അതിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കവിയുടെയും കവിതയുടെയും പേര് ഉണ്ടായിരിക്കണം. നമുക്ക് കവിതയുടെ ആശയം പരിശോധിക്കാം. പ്രസ്തുത പങ്ക്തിയ, മേൽ തന്നിരിക്കുന്ന വരികൾ ആധുനിക ഹിന്ദിയുടെ പ്രമുഖ കവിയായ ധർമ്മവീര് ഭാരതിയുടെ ബഹുചർച്ചിത്, വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതീകാത്മകമായ കവിതയായ ടൂട്ടാ പഹിയായിൽ നിന്നും ലീ ഗയി ഹേ, എടുത്തിട്ടുള്ളതാണ്. ഇസ്മേ, ഇതിൽ കവിയായ ഇതിൽ കവി മഹാഭാരത് കെ വീര അഭിമന്യു കി കഥ, മഹാഭാരതത്തിലെ വീര അഭിമന്യുവിന്റെ കഥ കെ മാധ്യമസേ, ആ കഥയുടെ മാധ്യമത്തോടെ വർത്തമാന സമയക്ക്, പ്രസന്റ് സമയത്തെ, വാസ്തവികതാക്ക, യാഥാർത്ഥ്യത്തിന്റെ വിശ്ലേഷണം കർത്തേ ഹേ, വിശ്ലേഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കവി പറയുന്നു കി ബഡേ ബഡേ മഹാരഥി, വലിയ മഹാരഥികൾ, ജാനത്തെ ഹേ കി, അറിയുന്നത് എന്താണ്, അപ്നാ പക്ഷ് അസത്യക ഹേ, അവർ നിൽക്കുന്ന പക്ഷം അസത്യമാണെന്ന് അവർക്കറിയാം. ഫിർ ഭി, എന്നിരുന്നാലും, വേ അവർ, അപ്നെ ബ്രഹ്മാസ്ത്രോം സേ, അവരുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട്, അഖേലി തനിച്ച്, നിഹത്തി ആയുധമില്ലാതെ, ആവാസ് ആയുധമില്ലാത്ത ആ ശബ്ദത്തെ, അഭിമന്യുക്കോ ആ ശബ്ദമായ അഭിമന്യുവിനെ, കുചൽ ദേനെ കേലിയെ ആക്രമിക്കുന്നതിന് വേണ്ടി, മാർ ഡാൽനെ കേലിയെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഉസ് വക്ത് ആ സമയത്ത്, അഭിമന്യു അപ്നെ രഥ് കെ തന്റെ രഥത്തിന്റെ, ടൂട്ടേ ഹുയെ പഹിയേക്കോ തന്റെ രഥത്തിന്റെ പൊട്ടിയ ചക്രത്തെ, ഹതിയാർ ബനാക്കർ ബ്രഹ്മാസ്ത്രോം സേ ലോഹ ലിയാ ഥാ ആ പൊട്ടിയ ചക്രത്തെ കൊണ്ട് ഈ ബ്രഹ്മാസ്ത്രത്തെ എതിർക്കുന്നു.
അതിനെ നേരിടുന്നു. ജബ് സാരാ സൻസാർ, ഈ ലോകം എപ്പോഴാണോ കിസി സാഹസി മനുഷ്യക്ക ആവാസുക്കോ, ഏതെങ്കിലും സാഹസികനായ മനുഷ്യന്റെ ശബ്ദത്തെ ദബാനേക്ക പ്രയാസ് കരേക, അടിച്ചമർത്താനുള്ള പ്രയത്നം നടത്തുന്നത്, തബ് അപ്പോൾ, മയും ഞാനെന്ന് പറയുന്ന ആരാണ്? രഥ് കാട്ടൂട്ടാക്കുക പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രം, ഉസ്കെ ഹാത്തുമേം അവരുടെ കയ്യിൽ രഹിക്കർ എത്തിച്ചിട്ട്, ശത്രുവും സേ ശത്രുവും കെ ബ്രഹ്മാസ്ത്രവും കാ സാമന കർ സക്താഹും, ശത്രുക്കളുടെ കയ്യിലുള്ള ആ ബ്രഹ്മാസ്ത്രത്തെ എന്തുകൊണ്ട്? ആ പൈത കൊണ്ട് നേരിടും. യഹാം ഇവിടെ മഹാരഥി ശോഷക്, മഹാരഥി എന്നുള്ളത് ശോഷക് അല്ലെങ്കിൽ ശാസക വർഗക ഭരണപക്ഷത്തിന്റെ ഔർ, അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം ശോഷക് കെ ഹാത്ത് കി മഹാശക്തി, ഭരണപക്ഷത്തിന്റെ കൈവശമുള്ള മഹാശക്തിയുടെയും പ്രതീകമാണ്. ആജ് ഇസ് ദൗർമേം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കവിത ബിൽക്കുൽ പ്രാസംഗിക ഹെ, ഇത് സന്ദർഭോചിതമാണ്. ആത്മകഥാത്മക ശൈലിമേം, ആത്മകഥയുടെ ശൈലിയിൽ ലിഖി ഹുയി എഴുതപ്പെട്ടിട്ടുള്ള ഇസ് കവിതാക്കി, ഈ കവിതയുടെ ഭാഷ, അതിന്റെ ഭാഷ ബഹുത്ത് സരള, വളരെ സിമ്പിളാണ്. ഔർ ജൽദി സമച്മേം ആനേവാലി, പെട്ടെന്ന് മനസ്സിലാകുന്ന പങ്ക്തിയാം ഹെ, വരികളുമാണ്. ഇസ്മേം ഇതിൽ കവി മഹാഭാരത കഥാസേ, മഹാഭാരത കഥയുമായി, കൈ പ്രതീകോങ്ക, മഹാഭാരത കഥകളിലെ വളരെ അധികം പ്രതീകങ്ങളെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്മേം ഇതിൽ കവിക ആശയവാദി ദൃഷ്ടികോൺ പ്രകട, കവിയുടെ ആശയം, കവി ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് നമുക്കിതിലൂടെ വ്യക്തമാണ്. അടുത്ത സൂചന, हताशा से एक व्यक्ति बैठ गया था, टिप्पणी का यह अंश पढ़े और 9 से 12 तक के प्रश्नों के उत्तर लिखे. हताशा से एक व्यक्ति बैठ गया था എന്ന ടിപ്പണി ആസ്പദമാക്കി 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. വ്യക്തി കോ മൈ നഹി ജാൻതാ ഥാ, വ്യക്തിയെ എനിക്കറിയില്ല. ഹതാശ കോ ജാൻതാ ഥാ, ഹതാശ എനിക്കറിയാം. കഹത്തെ ഹി, അത് പറയുമ്പോൾ വേ ജാനിനേക്ക് ഹം जानी पहचानी रूटी को तोड़ देते हैं. जो व्यक्ति के नाम, पदे, उम्र, ओहदे या जाति से जानने को जोड़ती है. അപ്പം അറിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം, ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ ഥാ കവിത കിസ്കി ഹെ, ആരുടെ കവിതയാണ് ഹതാശാസേക്ക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളത്? 4ാമത് കൊടുത്തിരിക്കുന്ന വിനോദ് കുമാർ ശുക്ല की കവിത है. 10ാമത്തെ ചോദ്യം, സഹി വാക്കി ചുൻകർ ലിഖേം, അതിൽ മെയിം ജാൻതാ ഹും, എനിക്ക് അറിയാം എന്നാണ്. 11ാമത്തെ ചോദ്യം, കവി കെ അനുസാർ ജാൻനെ കാ അസലി ആധാർ ക്യാ ഹെ, കവി പറയുന്ന അനുസരിച്ച് ജാനിനെ എന്നുള്ളതിന് ശരിയായി എന്താണ് അർത്ഥം? വ്യക്തിക്കോ, ഒരു വ്യക്തിയെ, ഉസ്കി ഹതാശ, അയാളുടെ ഹതാശ, നിരാശ, അസഹായത, യാ ഉൻകെ സങ്കട് സെ ജാനാഹി ജാനിനേക്ക് അസലി ആധാർ ഹെ, ഒരാളുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതറിയുന്നതാണ് യഥാർത്ഥ അറിവിന് ആധാരമായിട്ടുള്ളത്. അടുത്ത 12ാമത്തെ ചോദ്യം, മാനവതാഹി മാനവക്ക് പഹിച്ചാൻ ഹെ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ തിരിച്ചറിവ്. ഈ വിഷയത്തെ ആസ്പദമാക്കി വിഷയിപ്പർ ആപ്കെ സ്കൂൾ മേം, താങ്കളുടെ സ്കൂളിൽ സംഗോഷ്ഠി ഹോനേവാലി ഹെ, ഒരു സെമിനാർ നടക്കുകയാണ്. ഇസ്കെ ലിയെ, അതിനുവേണ്ടി പോസ്റ്റർ തയ്യാർക്കരെ, ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സന്ദർഭം, വിഷയം എന്നിവ ശരിയായി മനസ്സിലാക്കണം. ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരയ്ക്കാൻ അറിയാമെങ്കിൽ വരയ്ക്കുക,
ഹിന്ദി ഭാഷയിലെ കഴിവ് പരിശോധിക്കുന്നതിനാണ് ഈ വ്യവഹാര രൂപത്തിലുള്ള നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ചിത്രങ്ങളെക്കാൾ പ്രാധാന്യം ടെക്സ്റ്റിന് നൽകണം. പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നവ, പ്രത്യേക സന്ദേശം നൽകുന്നവ എന്നീ 2 വിഭാഗത്തിൽപ്പെട്ടതാണ് പോസ്റ്ററുകൾ. സന്ദർഭത്തിനനുസരിച്ച് അത് നമ്മൾ എഴുതണം. അപ്പോൾ അതിൽ നമുക്ക് സമയം, സങ്കോഷ്ഠിയായതുകൊണ്ടൊരു സമയം ഉണ്ടാകണം, അതിന് തീയതി ഉണ്ടാകണം, സ്ഥലമുണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് എഴുതാൻ മറക്കരുത്. ഇപ്പോൾ ഒരു മോഡലിന് വേണ്ടി ഞാനിവിടെ കൊടുത്തിരിക്കുന്നു, അത് നോക്കുക. ഈ ചോദ്യത്തിന് ഒരു ചോയ്സ് തന്നിട്ടുള്ളത് സങ്കേതോങ്കി സഹായദാസെ താഴെ തന്നിരിക്കുന്ന സൂചന അനുസരിച്ച് മാനവതാ കാ മഹത്വ വിഷയ പർ, മനുഷ്യന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ലേഖ് ലിഖയും, ഒരു ലഘുലേഖനം തയ്യാറാക്കാനാണ്. അതിൽ പോയിന്റുകൾ ഇതാണ്: സഹാനുഭൂതി, ഏകതാ കാ ഭാവ് ഐക്യഭാവം, ആദര കാ ഭാവ് ആദരഭാവം, പരോപകാര് മറ്റുള്ളവരെ സഹായിക്കാൻ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു ലേഖനം തയ്യാറാക്കാൻ. ഇവിടെ മോഡലിന് വേണ്ടി ഞാനൊരു ടിപ്പണി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എഴുതിയാൽ മതിയാകുന്നതാണ്. നോക്കാം. ഹരേക്ക് വ്യക്തിക്ക് ജീവന്മേയും, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മാനവതാക്ക അത്യധിക മഹത്വ ഹെ, മനുഷ്യത്വത്തിന് വളരെയധികം മഹത്വമുണ്ട്. ഹമാര വ്യക്തിത്വ ഓർ ചരിത്ര, നമ്മുടെ വ്യക്തിത്വവും സ്വഭാവവും ഹമാരെ ദ്വാര ബനായ ഗയെ പ്രവൃത്തിയെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയെ ആധാർ പർ ബൻതാ ഹെ, അതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അച്ഛേ മൂല്യ, നല്ല മൂല്യങ്ങൾ, ഹമേം സമാജമേം ദൂസരോങ്കി ജരൂരത്തോങ്കെ പ്രതി, നല്ല മൂല്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാനവീയ ഓർ സംവേദനശീല ബനാത്തെ ഹെ, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കത് ചെലവാക്കാം. മാനവീയവും അതുപോലെ തന്നെ സംവേദനാശീലവും നമുക്ക് ഉണ്ടാക്കാം. മൂല്യ മനുഷ്യക്കോ മനുഷ്യ ബനാത്തെ ഹെ, മൂല്യം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു. ഇസ്കെ ബിന, ഇത് കൂടാതെ ഏക ആത്മീ ജാൻവർ സെ കം നഹി ഹോഗ, ഇതില്ലെങ്കിൽ, ഈ മനുഷ്യത്വമില്ലെങ്കിൽ, ഈ നന്മയില്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹമേൻ ദൂസരോങ്കി പരേശാനിയാം, നമുക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും ജാൻകർ അറിഞ്ഞ്, ഉസേ ദൂർ കർണേക്ക പ്രയാസ്, അത് അകറ്റാനുള്ള പ്രയത്നം കർണ ചാഹിയെ, പ്രയത്നിക്കണം. ജോ വിപത്തിക്ക് സമയ, ഏതെങ്കിലും ഒരു ആപത്തുണ്ടാകുന്ന സമയത്ത് ദൂസരോങ്കി സഹായത കർത്താഹെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. വഹി സച്ചാ മാനവിക, അവനാണ് യഥാർത്ഥ മനുഷ്യൻ. ദോസരോങ്കി പരേശാനിയോം കോ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഹമേ അപ്പനി പരേശാനിയാം ജൈസ മാനിന ചാഹിയെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളായി നമ്മൾ കാണണം. ഹമേം സഹജീവിയോം കെ സാത്ത്, നമ്മൾ നമ്മുടെ സഹജീവികളോട് കരുണ ഏവം സ്നേഹപൂർണ്ണ വ്യവഹാർ കർണ ചാഹിയെ, കരുണയോടും സ്നേഹപൂർവമായും നമ്മൾ പെരുമാറണം. ദൂസരോം കേലിയെ, മറ്റുള്ളവർക്ക് വേണ്ടി അപ്നെ ജീവൻ, നമ്മുടെ ജീവൻ, തഥാ ജീവൻ കി സുവിധായി, നമ്മുടെ ജീവിത സൗകര്യങ്ങളും ഏക്ക് തക്ക്, അതുപോലും ത്യാഗിനെ വാലെ ബഹുത്ത് ലോക്, ത്യജിക്കുന്ന ഒരുപാട് ആളുകൾ ആജ് ഭി, ഇന്നും ഹമാരെ ജമാനിമേം രഹിതഹെ, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഐസേ ലോക്, ഇങ്ങനെയുള്ള ആളുകൾ അമർ ബൻ ജാത്തെ ഹെ, അവരൊരിക്കലും മരിക്കുന്നില്ല, അവരെ ആളുകൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹം സബ്, നമ്മളെല്ലാവരും പരസ്പര സഹായത കർണേവാല ഹിത് ഹോത്തോ, നമ്മൾ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ സമാജിക്ക് ഹരേക്ക് പ്യാർ ഭരേ ജീവൻ, സമൂഹത്തിലെ ഓരോ സ്നേഹം നിറഞ്ഞ ജീവിതവും ബിതാസക്തഹെ, സ്നേഹമുള്ള ജീവനായി നമുക്ക് ചിലവഴിക്കാൻ പറ്റും, പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സന്തോഷമേയും സംക്ഷേപമേയും ചുരുക്കി പറഞ്ഞാൽ ഹം സഭീക്കോ, നമുക്കെല്ലാവർക്കും മാനവതാക്കോ, മനുഷ്യത്വത്തെ അപ്നാന ചാഹിയെ, നമ്മൾ സ്വന്തമാക്കണം. ഔർ, അതുപോലെ തന്നെ ആനേവാലി പീട്ടിയോങ്കോ, വരും തലമുറകൾക്ക് ഭീ കൂടി ഇസ്കാ മഹത്വ സിഖാന ചാഹിയെ, ഇതിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞറിയിക്കുകയും വേണം. അടുത്ത സൂചന നമുക്ക് പരിശോധിക്കാം.
ബീർ ബഹൂട്ടി കഹാനി കാ യഹ് അംശ പഠേം. ബീർ ബഹൂട്ടി എന്ന കഥയുടെ അംശം പഠിക്കുക. ഓർ 13 से 15 तक के प्रश्नों के उत्तर लिखें. 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. പെൻമേം കുച്ച് സ്യാഹി ബച്ചി ഥി. പെന്നില് അല്പം മഷി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ, അത് സാഹില് ജമീൻ പർ, ഭൂമിയിൽ ചിട്ക് ദിയ, കുടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി, പുതിയ മഷി, ഭർവാനെ കേലിയെ, നിറപ്പിക്കുന്നതിന് വേണ്ടി, ദോനോ, ഇരുവരും, ദൂക്കാൻ പർ പൗഞ്ചെ, കടയിലെത്തി. ഏക് പെൻ സ്യാഹി ഫർദോ, ഒരു പെൻ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി, സാഹിൽ പറയുന്നതിന് മുമ്പേ തന്നെ, ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ, ബേല ദൂക്കാൻ കച്ചവടക്കാരനോട് പറഞ്ഞു. 13ാമത്തെ ചോദ്യം, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ്. അതിൽ പറയുന്നത് മിഠായി വാങ്ങാനാണ്. രണ്ടാമത് പറയുന്നത് ബേല ഓർ സാഹിൽ പെൻമേം സ്യാഹി ബർവാനെ കേലിയെ ദുക്കാൻ ഗയെ, അവര് പെന്നിൽ മഷി നിറയ്ക്കാനാണ് കടയിൽ പോയത്. അതാണ് ശരി, രണ്ടാമത് കിടക്കുന്നതാണ്. 14ാമത്തെ ചോദ്യം, സാഹിലിനെ പെൻമേ ബച്ചി സ്യാഹി ജമീൻ പേർ ചിട്ക് ദീക്കും. എന്തുകൊണ്ടാണ് സാഹില് തന്റെ പെന്നിലുണ്ടായിരുന്ന മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞത്? 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സാഹിൽ പെൻമേം സ്യാഹി ഭർവാനെ കേലിയെ, സാഹില് പെന്നില് മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി ദൂക്കാൻ ജാരഖാഥ, കടയിൽ പോയി. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, ദൂക്കാൻമേം സ്യാഹി ഹോഗി, കടയിൽ മഷിയുണ്ടാകും. ഇസ്ലിയെ, അതുകൊണ്ട്, ഉസ്നെ പെൻമേം നയി സ്യാഹി ഭർവാനെ കേലിയെ, അതുകൊണ്ട് അവൻ പെന്നില് പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി ഇച്ഛ ഉസ്മേ ബച്ചി ഹുയി സ്യാഹി കോ ജമീൻ പർ ചിട്ക് ദിയ, ആ ആഗ്രഹമാണ് അവനെ പഴയ അതിലുണ്ടായിരുന്ന മഷി കുടഞ്ഞു കളയാൻ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. കഹാനി കെ ഇസ് പ്രസംഗ് പർ, കഥയുടെ ഈ സന്ദർഭത്തെ ആസ്പദമാക്കി പട്കഥാക്കായിക്ക് ദൃശ്യലിഖേ, പട്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പട്കഥ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാണ് പട്കഥ തയ്യാറാക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒരു തിരക്കഥ തയ്യാറാക്കുമ്പോൾ സീനുകളായിട്ട് വേണം നമ്മൾ തിരക്കഥ തയ്യാറാക്കാൻ. അതിന്റെ സന്ദർഭം എഴുതാം. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്, അവരുടെ വേഷഭൂഷ എന്താണ്, പ്രായം എന്താണ്, ഏത് സന്ദർഭമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ സംഭാഷണം നമ്മൾ ഈ ഭാഗത്തെ ആസ്പദമാക്കി മാത്രം എഴുതിയാൽ മതിയാകും. പട്കഥ പരിശോധിക്കാം. പട്കഥ, പെൻമേ സ്യാഹി ഭർവാനെ ദൂക്കാൻമേ, പെന്നില് മഷി നിറയ്ക്കാനായി കടയിലെത്തുന്നു. അതാണ് സന്ദർഭം. സ്ഥലം, ഗാവ് കി സ്റ്റേഷനറി കി ദൂക്കാൻ, ഗ്രാമത്തിലെ സ്റ്റേഷനറി കട. സമയം, സുബഹ് 10 ബജെ, രാവിലെ 10 മണി. പാത്ര, കഥാപാത്രങ്ങൾ, ബേല ഓർ സാഹിൽ കരീബ് 11 സാൽ കെ ബച്ച്, 11 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ബേലയും സാഹിലും. സ്കൂൾ യൂണിഫോം പഹൻകെ ഹെ, സ്കൂൾ യൂണിഫോം ധരിച്ചിരിക്കുന്നു. രണ്ടാമത്തുള്ള കഥാപാത്രം ദൂക്കാൻദാറാണ്. അദ്ദേഹം ഏകദേശം 50 വയസ്സ് വരുന്ന ആളാണ്. കരീബ് 50 സാൽ കാ ആദ്മി, ധോത്തി ഓർ കുർത്ത പഹൻതാ ഹെ, ഒരു കുപ്പായവും ഒരു മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത്. ദൃശ്യിക വിവരൺ, അതിന്റെ വിവരണം, ബേല ഓർ സാഹിൽ പെൻമേ സ്യാഹി ബർവാനെ കേലിയെ ദൂക്കാൻ കെ പാസ് കടേ ഹെ. ഇനി സംവാദമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംഭാഷണം. ദൂക്കാൻദാർ, ആവോ ബച്ചേ, വരൂ കുട്ടികളെ, ക്യാ ചാഹിയെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ബേല, ഭയ്യ ഏക് പെൻ സ്യാഹി ഭർദോ, ഒരു പെൻ മഷി നിറച്ചു തരൂ. ദൂക്കാൻദാർ, ബേട്ട സ്യാഹി കി ബോത്തിൽ അഭി കാലി ഹോ ഗയി ഹെ, മഷിയുടെ ബോട്ടിൽ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അബത്തോ കൽഹി മിൽപ്പായകി, ഇനി നാളെ മാത്രമേ കിട്ടുകയുള്ളൂ. ബാപ്പരേ, അബ് മൈ ക്യാ കരൂ, ഇനി ഞാൻ എന്ത് ചെയ്യും? ദുക്കാൻദാർ, ക്യാ പെൻമേ തോടി സി സ്യാഹി നഹി ഹെ, അല്പവും പോലും മഷി ഇല്ലേ പെന്നിൽ? നഹീം ഭയ്യ, ആരാണ് പറഞ്ഞത്? ബേല, ഇല്ല ഭയ്യ. പെൻമേയും ദോടി സ്യാഹി ഥി, അല്പം മഷി ഉണ്ടായിരുന്നു. ഉസെ ജമീൻ പർ ചിട്ക് ദിയ, അവൻ തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ദുക്കാൻദാർ ഹസ്തേ ഹുയെ, ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അരേ ബേട്ടാ ബാദൽ കോ ദേഖ് കർ
ഘടേക്കോ നയൻ ഡുലാന ചാക്കിയെ, കാർമേഘം കണ്ടിട്ട് കുടം ഒരിക്കലും ചരിച്ചു കളയരുത്. സാഹിൽ ഹാം ഗൽത്തി ഹുയി, അതെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ദുക്കാൻദാർ കോൻസി കക്ഷാമേ പത്തേഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബുരേ മനസ്സേ, അത് ആ പാഠഭാഗത്തിൽ പറയുന്നതാണ്. അവനത്ര ഇഷ്ടമില്ലാത്ത തരത്തിലാണ് അവൻ പറഞ്ഞത്. എന്ത്? പാഞ്ചിവിമേ, 5ാം ക്ലാസ്സിലാണെന്ന്. ദുക്കാൻദാർ ദോനോ, രണ്ടുപേരും. ബേല ഖുഷീസെ, ബേല സന്തോഷത്തോടെ പറയുന്നു. ഹാം, അതെ അതെ. ഹം ദോൻ ഏക്ക് ഹി സെക്ഷൻ മേ പഠിത്തേ ഹെ, ഞങ്ങൾ രണ്ടുപേരും ഒരു സെക്ഷൻ. तो कल जाओ, ശരി എന്നാൽ നാളെ വരൂ. സ്യാഹി ജരൂർ മിലേഗി, തീർച്ചയായും നാളെ മഷി കിട്ടും. ടീക്ക് ഹെ ഭയ്യ, വേല പറയുന്നു. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ബച്ചേ നിരാശ ഹോക്കർ, നിരാശയോടുകൂടി ദൂക്കാൻ സെ ബാഹർ ജാത്ത ഹെ. ഇങ്ങനെ നമ്മുടെ ഭാവന അനുസരിച്ച് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് എഴുതിയാൽ മതി. അടുത്തതിൻ്റെ ചോയ്സ് തന്നിരിക്കുന്നത് ഒരു ടിപ്പണി എഴുതാനാണ്. എന്തിനെക്കുറിച്ച്? ദോസ്തി കാ മഹത്വ, അവരുടെ ദോസ്തിയെക്കുറിച്ച്, ചങ്ങാത്തത്തെ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ചങ്ങാത്തത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉള്ള ഒരു ചോദ്യം അതിന് പകരം ചോദിച്ചിരിക്കുന്നതാണ്. നോക്കാം. ഞാൻ മോഡലായി ഒരെണ്ണം എഴുതുന്നു, അത് എഴുതുക. അത് പഠിച്ചിട്ടില്ലാത്തവരത് പഠിച്ചാൽ മതി, പഠിച്ചിട്ടുള്ളവർ അവരവർ പഠിച്ചത് തന്നെ എഴുതിയാൽ മതി. ജീവന്മേയും ദോസ്തി കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹെ, ജീവിതത്തിൽ ചങ്ങാത്തത്തിന്റെ സ്ഥാനം വളരെ മഹത്വമാണ്. ദോ വ്യക്തിയോ കെ ബീച്ച് കാ ആത്മസംബന്ധ് ദോസ്തി കാ ആധാർ ഹെ, രണ്ടുപേരിലുള്ള ബന്ധം ചങ്ങാത്തത്തിലൂടെയാണ് വളരുന്നത്. ഏക്ക് കഹാവത്ത് ഹെ, ഒരു ചൊല്ലുണ്ട്. യതി, ഒരു പക്ഷേ, ആപ്കാ മിത്ര അച്ഛാ ഹെ തോ, നിങ്ങളുടെ കൂട്ടുകാരൻ നല്ലതാണെങ്കിൽ, ആപ്കോ ദർപ്പൺ കി കൊയ് ആവശ്യകത നഹി ഹെ, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ദോസ്തോങ്കോ, കൂട്ടുകാരെ ചുൻതേ സമയ, തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഹമേ ബഹുത്ത് സതർക്ക് രഹന ചാക്കി, നമ്മൾ സൂക്ഷിച്ച് ആണ് കൂട്ടുകാരെ തെരഞ്ഞെടുക്കേണ്ടത്. ക്യോങ്കി, എന്തെന്നാൽ കുച്ചു ലോകോങ്കി മിത്രത സച്ചി നഹി ഹോഗി, ചിലര് നല്ല കൂട്ടുകാരായിരിക്കണമെന്നില്ല. അസലി ദോസ്തിമേ ഏക്ക് ദൂസരേക്കോ പൂർണ്ണ രൂപസേ ജാനത്താ ഹെ, യഥാർത്ഥ കൂട്ടുകാരനാണോ എന്ന് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കണം. സച്ചാമിത്ര മിൽന ഇവിടെ സൗഭാഗ്യ കി ബാത്ത് ഹെ, നല്ല കൂട്ടുകാരെ കിട്ടുന്നത് സൗഭാഗ്യമാണ്. സച്ചാമിത്ര കിസി ഭി ആപത്തിമേ, ഏത് ആപത്തിൽ നിന്നും നല്ല കൂട്ടുകെട്ടും ചെയ്യും. മിത്രക്കോ ചോടുക്കർ നഹി ജാത്ത, കൂട്ടുകാരനെ ഉപേക്ഷിച്ചൊരിക്കലും പോകില്ല. അതാണ് യഥാർത്ഥ ചങ്ങാതിമാർ. അടുത്ത സൂചന, അയാം കലാം കെ ബഹാനെ കഹാനി കാ യഹ് അംശ പഠേ ഓർ 16 से 18 तक के प्रश्नों के उत्तर लिखे. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഹമാര സൗദ, ഞങ്ങളുടെ കച്ചവടം, ഏർപ്പാട്. ധാ ഖേൽ കണ്ടിമേ കാനേക്ക് അതല ബദലിക്ക, ഭക്ഷണ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയായിരുന്നു. യാനി, അതായത് മേരെ ടിഫിൻമേയും, എൻ്റെ ടിഫിനിൽ രാജ്മാ ചാവൽ, ടിഫിൻ കെ രാജ്മാ ചാവൽ, അവിടെ ഞാൻ കൊണ്ടുവരുന്ന രാജ്മാ ചാവൽ, ഉസ്കെ അവനും, ഓർ ഉസ്കെ കർസെ ആയ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബഡാസ ചാച്ച് വലിയ മോര്, നീളമുള്ള മോര്, കഡിബ മേര, അതിൻ്റെ ഡിബ എനിക്കുമാണ് തരുന്നത്. 16ാമത്തെ ചോദ്യം, ഖേൽ കണ്ടീമേ മോർപാൽ ഓർ മിഹിർ കാ സൗദ ക്യാ ഥാ, എന്തായിരുന്നു അവർ തമ്മിലുള്ള ഒരു കച്ചവടം? അതിൽ 4ാമത് കിടക്കുന്നതാണ് ശരി. ഖാനേക്ക് അതല ബദലീക്ക, അത് കൈമാറ്റം ചെയ്യുകയാണ്, ഭക്ഷണ പദാർത്ഥം കൈമാറ്റം ചെയ്യുകയാണ്. അടുത്ത 17ാമത്തെ ചോദ്യം, വാക്യ പിരമിഡ് കി പൂർത്തീകരി, വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ്. എന്തിനാണ് വാക്യ പിരമിഡ് എന്ന് നമുക്കറിയാം. വാക്യങ്ങളെ വലുതും ചെറുതുമാക്കുന്നതിന് വേണ്ടിയാണ് വാക്യ പിരമിഡുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ 2-3 തരത്തിലുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ 2 വാക്കുകൾ അഡീഷണൽ തന്നിട്ടുണ്ട്, അത് ചേർത്ത് വേണം നമ്മൾ വാക്യ പിരമിഡ് ഉണ്ടാക്കാൻ. അപ്പൊ എന്താണ് വാക്കുകൾ? 2 തന്നിരിക്കുന്ന വാക്കുകൾ റോസ് ദിവസവും, ഘർസെ വീട്ടിൽ നിന്ന്, ഇതാണ്. ഇതിനെ കൂടെ ചേർത്ത് വേണം നമ്മൾ ആ വാക്യ പിരമിഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യത്തെ നോക്കാം. മോർപാൽ ലാത്താത, മോർപാൽ കൊണ്ടുവരുമായിരുന്നു. 2ാമത്തിനകത്ത് മോർപാൽ ചാച്ചിലാത്താത, മോർപാൽ എന്ത് കൊണ്ടുവരുമായിരുന്നു? ചാച്ച് കൊണ്ടുവരുമായിരുന്നു. അടുത്തതിനകത്ത് നമ്മൾ അർത്ഥവ്യത്യാസം വരാതെ നമ്മൾ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. മോർപാൽ
रोज ചാച്ചിലാത്ത അഥ എന്ന് പറയാം. മോർപാൽ ഘർസെ ചാച്ചിലാത്ത അഥ അത് വേണമെങ്കിലും പറയാം. അടുത്തതിനകത്തോ മോർപാൽ റോസ് ഘർസെ ചാച്ച് ലാത്താത്ത. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ അത് വാക്യ പിരമിഡായി. അതിലെ 18ാമത്തെ ചോദ്യം, जीवन में पहली बार राजमा चावल खाना മോർപാൽ के लिए खास അനുഭവ था. ആദ്യമായിട്ട് രാജ്മ ചാവൽ തിന്നപ്പോൾ മോർപാലിനൊരു പ്രത്യേക അനുഭവമാണ് ഉണ്ടായത്, വിശേഷ അനുഭവമാണ് ഉണ്ടായത്. മോർപാൽ കി ഉസ് ഇതെനിക്ക് ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതാനാണ് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അവരവരുടേതായ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി ഒരഭിപ്രായമെങ്കിലും എഴുതണം. നോക്കാം. മോർപാൽ കി ഡയറി. ആദ്യം തീയതി ഉണ്ടാകണം, താരിഖ്. ആജ് കൈസാ ദിൻ ഥാ. ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. ആജ് കാ ദിൻ മൈ കൈസേ ഭൂലു. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. മേരി ബാത്തേ മയും കിസ്സേ കഹൂ. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ആരോട് പറയും. ഡയറി മേ ലിഖ്താഹും. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതാം. ആജ് മൈ ബഹുത്ത് ഖുഷ് ഹും. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. പഹലി ബാർ ആജ്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ മൈനെ രാജ്മാ ചാവൽ ഖായ. രാജ്മാ ചാവൽ തിന്നു. യഹ് മേരെ ദോസ്ത് കി ബഹജ് സെ. അതും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനിൽ നിന്ന്. കിത്തന സ്വാദിഷ്ടത. എത്രമാത്രം സ്വാദിഷ്ടമായിരുന്നു. അബ് മൂസെ പാനി ആരഹാഹെ. ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. ഹേ ഭഗവാൻ, ദൈവമേ, ഇത്ന അച്ഛാ ഭോജൻ, ഇത്രയും നല്ല ഭക്ഷണം ജീവൻ മേ പെഹലി ബാർ ഖാരഹാകും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിന്നുന്നത്. ഇതിനെ ബഡേ പർക്കാലട്കാർ. ഇത്രയും വലിയ വീട്ടിലെ ഒരു പയ്യനിൽ നിന്ന്. കവിതാഹെ പറയുകയാണ്, മേരാ ചാച്ച് ഉസ്കി കംസോരി ഹെ. എൻ്റെ ചാച്ച് മോര് അവന് വളരെ വീക്ക്നെസ് ആണെന്ന്. ഖാനേക്ക് അതല ബദലി കിത്തിനി മസേദാർ ഹെ. ഈ ഭക്ഷണപദാർത്ഥം ഞങ്ങൾ കൈമാറ്റം ചെയ്യുന്നു എത്ര രസകരമായിട്ടാണ്. മെഹ് തൂ മേരാ കിത്തന അച്ഛാ ദോസ്ത് ഹെ. മെഹറെ, നീ എൻ്റെ എത്ര നല്ല കൂട്ടുകാരനാണ്. അമാരി ദോസ്തി കബീന മിഡ്ജായി. നമ്മളുടെ ചങ്ങാത്തം ഒരിക്കലും നശിക്കുന്നതല്ല. യഹി മേരി പ്രാർത്ഥന ഹെ. നശിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇതാണ്. നമുക്ക് മറ്റ് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.